അതീവമായ വിശ്വാസം, അതീവ സ്നേഹം, അതീവ പ്രത്യാശ, അതീവ ശരണം, ഇതെല്ലാം കാണിക്കാൻ പറ്റിയ ഒരേ ഒരു ആൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായത് കാരണം അവൻ തൻ്റെ വിശുദ്ധ ശരീരത്താൽ അതിലനുഭവിച്ച പീഡാസഹനങ്ങളാൽ അതിനേക്കാളുപരി ദൈവത്തോട് സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ പിതാവിൻ്റെ പക്ഷത്തു നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് മാനവരാശിയുടെ ഉത്ഥാനത്തിന് വേണ്ടി സ്വന്തം ശരീരവും സ്വന്തം ജീവനും നമുക്ക് വേണ്ടി ചൊരിഞ്ഞവൻ, പിതാവായ ദൈവം സർവമഹത്വത്തോടെ ഉയർത്തുന്നേറ്റവൻ, ഒരു തിരുവോസ്തിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുവാൻ വേണ്ടി മാത്രമേ എളിമ കാണിച്ചവൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങൾ കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മരുഭൂമിയിലേക്ക് തൻ്റെ മക്കളെ അവിടുന്ന് വാഗ്ദാന നാട്ടിലേക്ക് പറഞ്ഞേക്കണത്. ഏതെങ്കിലും ഒരു ക്ലേശങ്ങളിലൂടെയാണ് എൻ്റെ സഹോദരങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് ആദ്യമായി അവസാനം പറയുന്നത് ഇതാണ്: ഇന്ന് കാണുന്ന ക്ലേശങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. പക്ഷേ ദൈവവേദനെ ഈ ക്ലേശകാലത്ത് ദൈവം ആരാണെന്ന് നീ അറിയണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വചനം വായിച്ചത് എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ ഇടയാക്കും. ശ്രുതികടെ 9:14 തിരുവചനം. നിങ്ങൾ എന്നെ കണ്ടെത്താൻ പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ, ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇപ്പം 2 തരത്തിൽ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. ഇനി ഇതുപോലെ തന്നെ ഇതിന് സമാനമായ വേറൊരു വചനമുണ്ട്. എന്താ ഈ വചനം എന്ന് പറയുന്നത്? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടപടിയിൽ വരുത്തുന്നത്. എന്തനുഭവങ്ങൾ നമുക്കുണ്ടായാലും അതിനെല്ലാം കർത്താവിൻ്റെ വാഗ്ദാനമുണ്ടാകും, വാക്കിൻ്റെ ദാനമുണ്ടാകും. അല്ലാതെ വചനത്തിലില്ലാത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തനുഭവിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സന്ധ്യ അജി എന്ന് പറഞ്ഞ ഒരു മോളാണ്, പുനലൂരെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറയണത് അവർക്ക് കൈക്ക് അലർജിയാണ്. 10 വർഷമായിട്ടുള്ള അലർജിയാണ് ഈ സന്ധ്യ അജിക്ക്. 10 വർഷമായിട്ട് കൈ ഇങ്ങനെ പൊട്ടി അളിഞ്ഞിരിക്കുന്നതാണ്. സന്ധ്യ അജിയുടെ ഒരൊറ്റ സാക്ഷ്യം വെച്ചാൽ അവർ ഓൺലൈനാണ് ഉടമ്പടി ആദ്യം ചെയ്തത്. പക്ഷേ 10 വർഷമാണെന്ന് ഓർക്കണം. ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്കറിയാം, കൃപാസനത്തിൽ ദൈവം 3-4 അനുഗ്രഹത്തിൻ്റെ ചാലുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഓൺലൈൻ ഉടമ്പടി, അതുപോലെ തന്നെ ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ്. ലോകത്തുള്ള എവിടെ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഒരു അത്യാഹിത സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിനെ ഫോൺ ചെയ്ത് ആളെ കിട്ടിയോ ഇല്ലയോ ഒന്നുമില്ല, കമ്പ്യൂട്ടർ എടുത്തതിന് ശേഷം ലൈറ്റ് എ കാൻഡിൽ പെയർ റിക്വസ്റ്റ് കൃപാസനം മരിയൻ്റെ അടിച്ച അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിലെ കൃപാസനത്തിൻ്റെ ആത്മീയ ആസ്തികളിലേക്ക്. ആത്മീയ ആസ്തികളെന്ന് പറയുന്നത് എന്താണ്? 1987 മുതൽ ഇന്ന് വരെ എങ്ങനെയായാലും ഒരു 100 കോടി ജപമാല ചൊല്ലിക്കാണാം കൃപാസനത്തിലെ ആയിരക്കണക്കിന് പ്രേക്ഷിതരെ നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് കൺവെൻഷൻ്റെ ഉണ്ട്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ഉൾപ്പെടെ ഈ 32 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ ആ ആസ്തികളിലേക്കാണ് നിങ്ങൾ വിടുന്നത്. അല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് പേര് കുത്തിയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആ ഒരു ശുഷ്കമായ ആസ്തികളിലേക്കല്ല. നിങ്ങൾ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ലൈറ്റ് കാൻഡിൽ പേരൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു 100 കോടി ജപമാലയുടെ ആസ്തികളിലേക്കും അത്രയും തന്നെയുള്ള അതുപോലെയുള്ള കൃപാസനം നടത്തിയുള്ള ആരാധനകൾ, ഉപവാസങ്ങൾ, അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ കർത്താവിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സുവിശേഷ സാക്ഷ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ അറ്റ കൈക്ക് നിങ്ങളെ വേദനയോടെ ഒരു വിഷയം പറയുമ്പോൾ ആദ്യം
നമ്മളെ സഡൻ റിലീഫ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അതാ ലേറ്റേക്ക് ആൻഡ് റിപ്പയർ റിക്വസ്റ്റിൻ്റെ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൻ്റെ മാനിഫെസ്റ്റോ വായിച്ചാൽ മനസ്സിലാവും അതെങ്ങനെയാണ് അനുഗ്രഹമായി മാറണമെന്ന്. കാര്യം നമുക്കറിയാമല്ലോ, നമ്മളെ വിശുദ്ധന്മാർക്ക് ആത്മീയമായ ഇടിവെപ്പില്ലേ ഇല്ലേ? നമ്മളുടെ വിശുദ്ധന്മാരുടെ അല്ലെ സഭയുടെ പുണ്യാളന്മാരുടെ ഐക്യത്തിൽ നമ്മൾ വിശുദ്ധ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പുണ്യാളന്മാരുടെ പുണ്യപ്രവർത്തികളുണ്ട്, അവിടെ ജീവത്യാഗങ്ങളുണ്ട്, വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ളവരുടെ രക്തസാക്ഷിത്വമുണ്ട്. അത് മഹത്തായ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു നിക്ഷേപമാണ്, പുണ്യത്തിൻ്റെ നിക്ഷേപമാണ്. അത് സഭയുടെ അവർ വിജയസഭയിലുള്ള ആൾക്കാരാണ്. നമ്മളെ സഹന സഭയുടെ കാലങ്ങളിലേക്ക് നമുക്ക് അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് മാധ്യസ്ഥമാണ്, സിമ്പിൾ മാധ്യസ്ഥമാണ്. യേശുവിൻ്റെ കാലത്ത് പോലും വിജാതിയർ പോലും ഇപ്പം യഹൂദ പ്രമാണികൾ വന്നിട്ട് ശതാധിപന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കണ്ടില്ലേ? അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. ഇപ്പം വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോഴേ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ലൂക്കാസ് സുവിശേഷം 7:5, അതായത് ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് യഹൂദ പുരോഹിതന്മാർ പ്രമാണികൾ വരുന്നതാണ്. പക്ഷെ അവർ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് നോക്കിയേ. ലൂക്കാസ് സുവിശേഷം 7:5, അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു, നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ ഇപ്പം ഈശോ തന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഇപ്പം ഈ ഓൺലൈനിൽ ഇപ്പോൾ ഈശോ തന്ന സന്ദേശമാണിത്. അതായത് ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 100 പട്ടാളക്കാരുടെ അധിപൻ. ആരുടെ ഓഫീസറാണ് അയാൾ? റോമൻ ഓഫീസറാണ്. റോമൻ ഓഫീസർ ആരാണ്? യഹൂദനല്ലാത്ത യഹൂദർക്ക് വിജാതീയനായ റോമൻ ഓഫീസറിൻ്റെ ഭൃത്യനാണ് അസുഖം ബാധിച്ച് കിടക്കുന്നത്. അപ്പോഴേ ശതാധിപന് നേരിട്ട് യേശുവിൻ്റെ അടുത്ത് വരാവുന്നതിന് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്തൊരു എളിമയോടെയാണ് മനുഷ്യൻ പറയണത്. അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. യേശുവിൻ്റെ അടുത്ത് മുമ്പിലൊക്കെ വരുമ്പോൾ ആ ഒരു ഡിസ്പോസിഷൻ അല്ലെങ്കിൽ പണിയായിരിക്കും. കാര്യം ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറണം. പല ആൾക്കാർക്കും വരുന്ന അനുഭവങ്ങൾ എന്താ വെച്ചാൽ ദൈവം ആരാണെന്ന് അറിഞ്ഞ് പെരുമാറുന്നില്ല. ഇപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ വാതിൽക്ക് പോകുമ്പോൾ ഞങ്ങൾ വണ്ടിയിലാണ് പോകണമെങ്കിലും ദേവാലയം കണ്ടാൽ പാഞ്ഞു പോകുന്നു. ചിലപ്പോൾ 70 കിലോമീറ്റർ സ്പീഡിലാണ് പോണത്. പക്ഷേ ആ സ്പീഡിൽ തന്നെ വന്ന് തല ഒടിച്ചിടും അവിടെ. എന്താ കാര്യം? അതിൽ ഈശോ ഇരിപ്പുണ്ടെന്നൊരു ബോധമാണ്. വിശ്വാസമെന്ന് പറയുന്നത് എല്ലാത്തിനേക്കാൾ ഒരു പ്രഖ്യാപനം എന്നതിനേക്കാളുപരി പ്രഖ്യാപനം പിന്നീട് വരുന്നതാണ്. പക്ഷെ ആദ്യം വരുന്നത് ബോധമാണ്. ബോധം ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധം വന്നാൽ ഈശോയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ ശതാധിപന് ഭയങ്കര ബോധമാണ് ഈശോയെക്കുറിച്ച്. അയാൾ എന്താ പറയണത്? അയാൾ പറയാൻ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അവൻ വീടിനോടടുക്കാറായപ്പോൾ ശതാധിപൻ തന്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അതാണ് സംഭവം. ശതാധിപൻ തിരിച്ചു വരെ ഭൃത്യന്മാരുടെ പുറകെ അയാൾ എത്തുകയാണ് ഈശോയുടെ അടുത്ത്. പക്ഷേ ആ എത്തലൊരു വല്ലാത്തൊരു എത്തലായിപ്പോയി. എന്നിട്ട് ഈ മനുഷ്യൻ പറയണ വാക്കുകൾ ഭയങ്കരമാണ്. എന്താണ്? കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടണ്ട. പിന്നെന്താ പറയണത്? അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് സംഭവം. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. എൻ്റെ മക്കളെ, ഇത് പറയണതൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറയും. പക്ഷേ അതല്ല പ്രശ്നം. ഇതിന് ഒരു അഭിഷേക ലെവലുണ്ട്. അയാൾ അങ്ങനത്തെ പറഞ്ഞതാണ്,
അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്ത് പറ്റും? എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടു കൊള്ളും. പിന്നെ അദ്ദേഹം പറയണത് അദ്ദേഹത്തിൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അധികാരമുണ്ട്, അധികാരത്തിന് വിധേയനാണ്, സീസറിൻ്റെ കീഴിലുള്ള ഓഫീസറാണ്, തൻ്റെ കീഴിൽ പടയാളികളുണ്ട്. പക്ഷേ ഒരാളോട് പോകാൻ പറയുമ്പോൾ അയാൾ പോകുന്നു, വരാൻ പറയുമ്പോൾ വരുന്നു. എല്ലാം എൻ്റെ ഒരു കൺകോണിൻ്റെ കൽപ്പനയിലാണ് ഞാൻ ഇവിടെ അത്രയും അധികാരം ജീവിക്കുകയാണ്. പക്ഷേ നീ ഇത്രയും പൊസിഷൻ എനിക്കുണ്ട്, പക്ഷേ അതൊന്നും ഒരു കഥയില്ല നിൻ്റെ മുമ്പിൽ വരുമ്പോൾ. ഇങ്ങനെ വല്ലാത്ത ഒരു എളിമയും വിനയത്തിൽ നിന്ന് ദൈവം ആരാണെന്ന് ആ മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്. അതൊരു തരം പ്രഖ്യാപനമാണ്. അപ്പോൾ ദൈവം ആരാണെന്ന് അറിയണത് മാത്രമല്ല, അറിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്ന എൻ്റെ എക്സ്പ്രഷൻ ഇല്ലേ, ആരാധ്യമായ അവിടുത്തെ തിരുസന്നിധിയും മാലാഖമാർ പോലും ഭയന്ന് വിറക്കുന്ന തിരുസന്നിധിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന അഡ്ഹിയറൻസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ വർക്കല്ല, അത് ഒരു ബോഡി ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പം ഓരോ നേർച്ചപ്പാടുകളൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ നിരങ്ങി വരും, ചിലർ ഉരുണ്ട് വരും, ചിലർ മുട്ടയും അടിച്ച് നടക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ഒരു സമർപ്പണത്തിൻ്റെ, പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവരിത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെയാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്യണമെങ്കിൽ അത് ഒരു വലിയ ചെയ്താണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വെച്ചാൽ അവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ദൈവത്തെ അനുഭവിക്കും. ബൈബിളെന്ന് പറയണത് എങ്ങനെ പെട്ടെന്ന് ദൈവത്തെ അനുഭവിക്കാവുന്ന ലോകത്തോട് പറയുന്ന ഏറ്റവും ലളിതമായ ഏറ്റവും വലിയ പുസ്തകമാണ്. എങ്ങനെ ദൈവത്തെ എത്ര പെട്ടെന്ന് അനുഭവിക്കാം കർത്താവിനെ കാണുമ്പോഴേ. പക്ഷെ അങ്ങനെയുള്ള ആരാധനയ്ക്കുള്ള ഒരു സമർപ്പണമില്ലേ, അത് നമ്മൾക്ക് അഭിഷേകമായിട്ട് കിട്ടണം. ഇപ്പം നമുക്കൊക്കെ ഉള്ളത് അപ്പന്മാർ പറഞ്ഞ അമ്മ പറഞ്ഞൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആചരിച്ചു പോകണം, അതല്ല. നമ്മുടെ ആത്മാവിൽ തന്നെ ഒരു അവബോധവും ഒരു തിരിച്ചറിവൊക്കെ വന്നിട്ട് നമുക്ക് അഭിഷേകമായിട്ട് കിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന്. അങ്ങനെ വരണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിംഗ് വരണത് നമ്മുടെ വിശ്വാസത്തിന്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസത്തെക്കാളും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു അനുഭവവും അഭിഷേകവും ആന്തരിക ബോധ്യവും ലഭിക്കാൻ ഞങ്ങളെ ഇപ്പോഴ് ഈ നിമിഷം ആരാധനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തിൻ്റെ ഓരോ ലെവലുകള് നമ്മൾ പരിശോധിക്കുകയാണ് ഇപ്പോഴേ. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പ്രാർത്ഥിച്ചപ്പോൾ മനസ്സൊരുങ്ങിയിരുന്ന കുറച്ച് വിഷയങ്ങൾ ഈശോ അങ്ങ് മാറ്റുകയാണെന്ന് തോന്നുന്നത്. അതായത് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ലെവലിനെക്കുറിച്ച്, ശതാധിപനെക്കുറിച്ച് അത് ഓൺലൈനിലെ സന്ദേശമായി കയറി വന്ന വചനങ്ങളാണ്. അതാണ് 7:5 ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്, ശതാധിപൻ്റെ ഒരു വിശ്വാസം. ഇനി ഏതാണ്ട് അതേ റാങ്കിലുള്ള വിശ്വാസം വരണത് രാജസേവകൻ്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തണം. അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്, 4-ാം അധ്യായത്തിൽ 50-ാമത്തെ തിരുവചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 50-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞ ആ വാക്ക് പറഞ്ഞ്, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. രാജസേവന്റെ ഭൃത്യന് പനിയാണ്, കളച്ചിലായ പനിയാണ്, മരണകരമായ പനി. ഇപ്പം യഹൂദ അധികാരികൾ വിളിച്ചിട്ട് യേശുവിൻ്റെ അടുത്ത് വിടുന്നൊരു ഭാഗമാണിത്. അതായത് ഈ വിഷയത്തിലെ 50 വരണ വചനം, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച്
അവൻ പോയി. എന്നിട്ടെന്നാ പറ്റിയത്? 4:51 പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന വാർത്തയുമായി ഭൃത്യനെതിരെ വന്നു. അപ്പം പിന്നെ ചോദിക്കണത് ഏത് സമയത്താണ് അവൻ സൗഖ്യം പ്രാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഈശോയെ കണ്ട് ഈശോ എന്താ പറഞ്ഞു? 4:49 അതാണ് ഈശോ പറഞ്ഞ വാക്ക് ഉള്ളത്. യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് വാക്കതാണ്, യേശു പറഞ്ഞ വാക്കതാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. അപ്പോൾ ഇവിടെ വരുന്ന വിഷയം, നമ്മളിതൊക്കെ ഒത്തിരി കേട്ടവരാണ്, പക്ഷെ കേട്ടതല്ല പ്രശ്നം. കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, കർത്താവിയുടെ വചനം വിശദീകരിക്കുന്നത് ഏതെങ്കിലും ഒരു പുസ്തകം നോക്കിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഞാൻ ഇന്നുവരെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഈശോ തന്നെ നേരിട്ട് പറയണം. വചനം വായിക്കുമ്പോൾ ഈശോ വെളിപാട് നൽകണം, അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷയുടെ സമയത്ത് ഈശോ വെളിപാട് നൽകണം. ആ ഒരു നിശ്ചയദാർഢ്യത്തിലാണ് നമ്മൾ ഈശോയെ ആശ്രയിച്ചാണ് ആൾക്കാരെ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ 2 വിശ്വാസം നമുക്ക് കിട്ടി. എന്താണ്? ഒന്ന് രാജസേവകൻ്റെ, ഒന്ന് ശതാധിപൻ്റെ. ഈ ശതാധിപൻ, ഈ രാജസേവകൻ്റെ വിഷയം കണ്ടോ? 4:49 അവൻ്റെ ഭൃത്യനോട് പറയണ ഇതാണ്: പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. പക്ഷേ ഇവിടെ യേശുവിൻ്റെ വാക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകണത്? എങ്ങനെയാണ് വചനം ആക്ടിവേറ്റ് ആകണം? ഇപ്പോൾ മൊബൈൽ ആക്ടിവേഷൻ നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മൾ വചനമെല്ലാം ഇതുപോലെ ആക്ടിവേഷൻ ഉണ്ടാകുകയാണ് നമ്മൾക്ക്. പക്ഷേ അതിന് നമ്മൾക്കതിൻ്റെ കൂടെ കറിയണം. വിശ്വാസത്തിനൊക്കെ ഒരു സ്നേഹത്തിൻ്റെ വിശ്വാസം ഒരു വ്യക്തിക്ക് വരുമ്പോൾ ആ വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതിനെ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയത്തില്ലേ? എന്താണ്? ഒരു 200 വാട്ടാണ് എങ്കിൽ സ്റ്റെപ്പ് അപ്പിൽ കയറ്റി വരുമ്പോൾ അത് ചിലപ്പോൾ 400 ഡെവലപ്പ് ചെയ്യും. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വിഷയമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു കർത്താവിൻ്റെ വചനത്തിനെ ഇരട്ടിക്കരിക്കണ ഒരു സംവിധാനമുണ്ട്. അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള എളിമ, ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തിന് ഓപ്ഷൻ വെക്കാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കണ എല്ലാം സ്റ്റെപ്പ് ഡൗൺ ആണ്. ദൈവം ഒരു 200 വോൾട്ട് നമ്മളെ കയറ്റിയാൽ ഇത് കയറി ഇറങ്ങുമ്പോൾ ഉടനെ ഇത് 100 വാട്ടായിട്ട് കുറയും. എന്താണ്? ഓരോ വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ്. എന്താ കാര്യത്തിൽ? ഇവർ ഓപ്ഷൻ വെക്കും. അതാണ് പ്രശ്നം. ഓപ്ഷൻ വെച്ചാൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഉടനെ നമ്മൾ യേശു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, വേറെ എന്തെങ്കിലും എന്ന സംവിധാനത്തിൻ്റെ ഓപ്ഷൻ ഉള്ളിൽ വെക്കും. ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ഡിവൈൻ പവർ ട്രാൻസ്ഫോമറിൻ്റെ കൂട്ടത്തിൽ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് വരുന്ന ഓപ്ഷൻസാണ്. ഓപ്ഷൻ വെക്കാത്തതാണ് ശരിക്കും സ്റ്റെപ്പ് അപ്പായിട്ട് വരണത്. ഇപ്പം ശതാധിപനോട് എൻ്റെ രാജസേവകൻ്റെ ഭൃത്യനോട് അവരോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്ത് ആ വാക്ക് അവൻ്റെ ഉള്ളിൽ സ്റ്റെപ്പ് അപ്പായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ ഇടപാടുകൾക്കും ഈ സ്റ്റെപ്പ് അപ്പ് ഉണ്ട്. അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഓപ്ഷനില്ല. ഇപ്പം ദാവീദിൻ്റെ ഈ സ്റ്റെപ്പ് അപ്പ് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് ദാവീദിൻ്റെ ആ ഉരുളൻ കല്ലിലാണ്. ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് പറയുന്ന കുറച്ച് വചനങ്ങളുണ്ട്. എന്താണ് ദാവീദ് പറയുന്നത്? ദാവീദ് പറയണത്, ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കുന്നത്, എനിക്ക് ഓപ്ഷൻ ഇല്ലെന്ന് പറയും. നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുതിര ഒരു ഓപ്ഷനാണ് നിനക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, എനിക്ക് ഓപ്ഷൻ ഇല്ല. അവിടെയാണ് വിഷയം.
പത്രോസ് യേശുവിനെ അവതരിപ്പിക്കുക പറയും, നോ ഓപ്ഷൻ പ്ലീസ്, മറ്റൊരുവൻ രക്ഷയില്ല. ഇന്ന് സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഇതാണ്. കാര്യം ചില ദൈവശാസ്ത്രജ്ഞന്മാരെങ്കിലും യേശുവിന് ഓപ്ഷൻ വെക്കുന്നുണ്ട്. അവരാണ് എല്ലാം ശരിക്കാരുണ്ടല്ലോ, എല്ലാം ശരിയാണെന്ന് പറയും, ഓപ്ഷനാണത്. ദാവീദ് പറഞ്ഞു, നോ ഓപ്ഷൻ, നിൻ്റെ കയ്യിൽ കുതിര ഉണ്ടാകാം, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യണില്ലെന്ന് പറയും. നിൻ്റെ പരിചകൾ 700 ഷെക്കലാണ്, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഓപ്ഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയുന്നതാണ്. നിൻ്റെ കുന്തത്തിന് 13 അടി നീളമുണ്ടാകാം, പക്ഷെ ഐ ഡോണ്ട് മൈൻഡ്. ഇത് ഒരു വിശ്വാസി എക്കാലവും പ്രഖ്യാപിക്കാൻ ബാധ്യതയാണ്. നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഉണ്ടാകാം, പക്ഷേ വി വിൽ നോട്ട് മൈൻഡ്, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. ഒരു പക്ഷേ നമ്മുടെ എതിർപക്ഷത്ത് സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളിൽ സഭയുടെ വിഷം കെട്ടിട്ട വൈദികരുണ്ടാകാം, പക്ഷേ വി ഡോണ്ട് മൈൻഡ്. നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാമെന്ന് പറയത്തില്ലേ? സങ്കീർത്തനം എന്താ പറയണത്? ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ആരിലാണെന്ന് എനിക്കറിയാം. ഒരു മനുഷ്യൻ പോടാ പുല്ല് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസിൻ്റെ അനുസ്വാതന്ത്ര്യം ഉണ്ടായത്. നീ പോടാ, ഇതൊന്നും കാണിച്ച്, ഈ ഉമ്മാക്കിയൊന്നും കാണിച്ച് എൻ്റെ അടുത്ത് വരട്ടണ്ട. ഞാൻ കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട്. നീയൊക്കെ എൻ്റെ തലയിൽ കല്ല് വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ തലയോട്ട് പൊട്ടിക്കുമ്പോഴും ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ കാഴ്ച കാണുന്നുണ്ട്. എന്താണ് കാഴ്ചയെന്നറിയാവോ? ഈ കാഴ്ച നീ കാണണമെങ്കിൽ ഒരു 10,000 ജന്മങ്ങൾ ഈ ഭൂമി ജനിക്കേണ്ടി വരും. ഞാനെന്താ കാണുന്നത്? സ്വർഗം തുറന്നിരിക്കണം ഞാൻ കാണുന്നുണ്ടെന്ന്. ആരാണ് പറഞ്ഞത്? സ്റ്റീഫൻ പറഞ്ഞതാ. നമ്മൾ 7:55 വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:56. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഈ കാഴ്ച കാണണമെങ്കിലേ ഒരു 10,000 ജന്മങ്ങൾ ഇവിടെ ജനിച്ചിട്ടാൽ ഈ കാഴ്ച കാണത്തില്ല. ഈ കാഴ്ച കാണിക്കുന്ന ഒറ്റാൾ മാത്രമേ ഉള്ളൂ, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യ മനുഷ്യരക്ഷ നൽകാൻ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് ഈ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്, സ്വർഗം തുറക്കണത്. സ്വർഗം എന്തും തുറന്നിരിപ്പുണ്ട് അവിടെ, പക്ഷെ അന്ധന്മാർ കാണുന്നില്ല. എന്താ കാരണം? അവൻ്റെ കണ്ണുകളിൽ എഴുതാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ അഞ്ജനം മാത്രമേ ഉള്ളൂ. വെളിപാട് പുസ്തകം എന്താ പറയണത്? നീ കാഴ്ച പ്രാപിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങിക്കുകയെന്ന് 3:20 നമ്മൾ വായിക്കുന്നില്ലേ? ശ്രുതികട്ടെ ശ്രുതികട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വ, കർത്താവേ സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 3:18. വെളിപാട് 3:18. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വചനമാണ് ഈ അഞ്ജനം. ആത്മാവിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള വചനമെന്ന് അഞ്ജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ കണ്ണുകളെ അടഞ്ഞു കിടക്കുന്ന കണ്ണുകളെ തുറക്കുന്ന അഞ്ജനം എന്താണ്? കർത്താവിൻ്റെ വചനമാണ്. അതാണ് നമ്മൾ കണ്ടിരിക്കണം. 4:49 ഈ യഹൂദ പ്രമാണി രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവിൻ്റെ തിരുസേന മധ്യസ്ഥം വഹിക്കാൻ വരുമ്പോൾ ആ മനുഷ്യൻ വിശ്വസിച്ച് പോകുന്നത്, ആ രാജസേവകൻ വിശ്വസിച്ച് പോവുകയാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് പോവുകയാണ്. അവൻ്റെ കണ്ണുകളിൽ കർത്താവ് കാഴ്ചയുടെ അഞ്ജനം എഴുതി. ഈ അഞ്ജനം തന്നെയാണ് എസ്തപ്പാനോസിൻ്റെ കണ്ണുകളിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവാണ് ഏകരക്ഷകനെന്ന്. ഞങ്ങൾ പലപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു വേദി എന്ന നിലയിൽ അമ്മ നമുക്ക് ഉടമ്പടി പ്രാർത്ഥന തന്നതിൻ്റെ പേരിൽ 10,000 യേശുവിനെ അറിഞ്ഞ് സഭയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അമ്മയെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ സൈഡ്ലൈൻ ചെയ്തുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അമ്മയെ എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഏറ്റുപറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഓപ്ഷനില്ലാത്ത വിശ്വാസത്തിൻ്റെ കൈയും കാലും വെച്ച ആദ്യത്തെ രൂപത്തിൻ്റെ പേര് പരിശുദ്ധ അമ്മയെന്നാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അതല്ലെങ്കിൽ ഇത് യേശു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം, സാഹചര്യം. എപ്പോഴാണ് അന്ധത വരണത്? ഓപ്ഷൻ വെക്കുമ്പോഴാണ് അന്ധത വരണത്. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കുക? അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. കാനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു സെലക്ഷൻ ഉണ്ടല്ലോ, അല്ലേ? തിരഞ്ഞെടുക്കാനുള്ള മറ്റു മാർഗങ്ങളില്ലേ? വായ്പ വാങ്ങിക്കാം. ചടത്തിമാർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ, കുടുംബത്തിൽ എന്തെങ്കിലും തീർന്നു പോയാൽ പിന്നെ ഉടനെ നമ്മൾ ഫോൺ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഫോൺ വിളിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ അയൽവാസികളുടെ ഒന്ന് വായ്പ വാങ്ങിക്കാം, അല്ലെങ്കിൽ കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം. ഓപ്ഷനല്ലേ? കനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. തിരഞ്ഞെടുക്കാനുള്ള വേറെ ഒരു വകുപ്പുണ്ടല്ലോ. ഒന്നെങ്കിൽ അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം വീഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാം. 2 ഓപ്ഷനുണ്ട്, ഏറ്റവും കുറഞ്ഞത്. ആരെങ്കിലും വിടാം. പക്ഷെ അമ്മ ഈ ഓപ്ഷനൊന്നും എടുത്തില്ല. യേശു അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഓപ്ഷൻ എടുക്കുന്നത് മണ്ടത്തരമാണെന്നാണ് സുവിശേഷം പറയണത്. ഗോട്ട് ദ പോയിന്റ്. യേശു നിൻ്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ്, ആ റെഫറൻസിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റീസൺ ആയിരിക്കണം. ഇമ്മീഡിയറ്റ് ഫസ്റ്റ് റെഫറൻസ്. ഈ ഫസ്റ്റ് റെഫറൻസ് യേശു ആകണമെങ്കിൽ അതനുസരിച്ച് മൈൻഡ് പ്രോഗ്രാം ചെയ്യണം. നമുക്ക് പെട്ടെന്ന് വിശ്വാസം പ്രോഗ്രാം ചെയ്യും. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സൈക്കിൾ ഇടിച്ച് എൻ്റെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മേനെ വിളിക്കണത് ആദ്യം. അല്ലെങ്കിൽ ചിലർ എൻ്റെ മാതാവേ എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രോഗ്രാംഡ് കറക്റ്റാണ്. പക്ഷെ നമ്മൾ ചെയ്യണത് എന്താണ്? ചെയ്യണത് ആദ്യം മരുന്ന് ചെയ്യും, പിന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ് വരണത്. മരുന്ന് ചെയ്യേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. മരുന്ന് ചെയ്യുമ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? മരുന്നോ ലേപനോ അല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുന്നത്. വചനം ഇതെല്ലാം മനുഷ്യന് കൊടുത്ത അറിവാണ്. ആ അറിവിനേക്കാൾ വലുതാണ് ആ മരുന്ന് ശരീരത്തിൽ പിടിക്കാനുള്ള കർത്താവിൻ്റെ കൃപ. പക്ഷേ ഇത് ഫസ്റ്റ് ഓപ്ഷനിൽ വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം അത് പലപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ആയി പോകാൻ കാര്യം എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം സെക്കൻഡായി പോയിരുന്നേനം അമ്മ വീഞ്ഞ് വായ്പ വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ, അല്ലെങ്കിൽ വീഞ്ഞ് കടം വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ ഞങ്ങൾക്ക് അപ്പോൾ പ്രായോഗികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷികമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഫസ്റ്റ് റെഫറൻസ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈപിരിച്ച് പിടിച്ച് നിന്നിട്ട് വേണം ബാക്കി അങ്ങോട്ട് എങ്ങനെ മൂവ് ചെയ്യാൻ. ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും കൊന്തയെടുത്ത് തിരുമ്മിക്കൊണ്ട് വേണം ആശുപത്രി പോകാൻ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? ഇങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിൽ ഇപ്പം തന്നെ ഇപ്പോൾ നീ ഗർഭിണിയാണ്, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിൻ്റെ അസുഖം വന്ന് പെട്ടെന്ന് റെഫറൻസ് എന്താ? പരിചയമുള്ള ഗൈനക്കിനെ വിളിക്കും. അതപ്പോൾ ഫസ്റ്റ് റെഫറൻസ്. സെക്കൻഡ് റെഫറൻസിലാണ് ഈശോ വരണത്, അല്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് റെഫറൻസിലേക്ക് വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് ഡൗണിൽ നിന്ന് സ്റ്റെപ്പ് അപ്പിലേക്ക് വരണത്. അതായത് നമ്മൾക്ക് ആദ്യമേ അടുത്ത ശ്വാസത്തിൽ യേശുവിൻ്റെ എന്ത് അത്യാഹിതത്തിന്, ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് സന്തോഷമുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുന്നവരെ, ഉയർന്ന നിലവാരമുള്ള വിശ്വാസം നിലനിർത്തുന്നവർ ദൈവത്തോട് ബന്ധമുള്ളവരാണ്. ഒരു 97% നീ അവിശ്വാസിയാണോ വിശ്വാസിയാണോ എന്നറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? നിൻ്റെ സന്തോഷ സമയത്ത് നീ ആരെയാണ് ഓർക്കണത്? എന്തിനാണ് ഓർക്കണത്? ദൈവത്തെ ഓർക്കുമായിരിക്കും, പിറ്റേ ദിവസം ഓർക്കുമായിരിക്കും, അവിടെ വെച്ച് പോയി നിൻ്റെ പരിപാടിയില്ല.
ഇപ്പം സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും, അത് ആരായാലും വിളിക്കും. പക്ഷേ നിനക്ക് സന്തോഷം വരുമ്പോൾ നീ പരീക്ഷ ജയിച്ച് ഉന്നതമായ വിജയം കിട്ടി, അല്ലെങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നിൻ്റെ കുടുംബം ചിലവ് ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണെങ്കിലും കുടുംബം നടത്തി കർത്താവ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളോർക്ക് ഞാൻ ജോലി ചെയ്തിട്ടല്ലേ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നീയാണ് ഫസ്റ്റ് റെഫറൻസിൽ വരണത്. നിനക്ക് ജോലി ചെയ്യാൻ ആവത് വേണ്ടേ? ജോലി ചെയ്യാൻ അവസരം വേണ്ടേ? ആവതും അവസരവും തന്നത് ആരാണ് എന്ന് ഇപ്പം ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ അവർ പറയും അവരാണെന്ന് പറയും. അത് കുഴപ്പമില്ല, കാരണം അവർ ഈശ്വര വിശ്വാസി അല്ലല്ലോ, അവർക്ക് ഈ ലോകം മാത്രമല്ലേ ഉള്ളൂ, അവരെന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചോട്ടെ. പക്ഷേ ഈശ്വര വിശ്വാസിയായ നിനക്കൊരു സന്തോഷം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം അതിൻ്റെ ആവതും അവസരവും തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ മുട്ടി നിന്ന് നന്ദി പറയാൻ കഴിയാതെ, അത് എനിക്ക് കഴിവുള്ളത് കൊണ്ടാണ്, എനിക്ക് കഴിവുള്ള എന്നെ വിളിക്കുക എന്നൊക്കെ ഓരോ കമ്പനിയിൽ പോണ കാര്യമൊക്കെ നീ ചിന്തിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ കാര്യം സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് പോകും. എൻ്റെ മക്കളെ എന്നും കൊന്നും ഇങ്ങനെ ഒരു ബറാബർ വിശ്വാസിയായിട്ട് ജീവിച്ചൊരു കാര്യമില്ല. ഇത് വളരണം. അതുകൊണ്ടാണ് ഞാൻ ഈ തത്തമ്മയും പൂച്ച ഈസോപ്പ് കറയും പഞ്ചതന്ത്രം കഥയൊന്നും പറഞ്ഞ് അൾത്താറയും ഞാൻ പറയത്തില്ല ഈ സാധനമൊന്നും. എന്താ കാര്യം? അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ചില ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ അറിയുന്ന എന്ത് ബോധം പോകും, അവരുടെ റിലേ പോകും. അവർ യൂണിയനും സമരവും മറ്റു കാര്യങ്ങളൊക്കെ പറയണം. ഇതൊന്നും പറയാൻ ഒരു ബാധ്യതയും ആരും അനുവദിച്ചിട്ടില്ല. കർത്താവിൻ്റെ വചനമാണ് പറയേണ്ടത്. അവിടെ കർത്താവിൻ്റെ വചനം പറയേണ്ട സ്ഥലമാണ്. അത് പറയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കൃപ നിനക്ക് കാലക്രമേണ ദൈവം തിരിച്ചു പോകും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, നിനക്കൊരു സന്തോഷം വന്നു, നിൻ്റെ കുഞ്ഞ് ജയിച്ചു, അല്ലെങ്കിൽ അതിനൊരു ട്രോഫി കിട്ടി, ഉടനെ കർത്താവെന്ന് വിളിക്കണം. കർത്താവെന്ന് വിളിച്ച് കർത്താവ് നന്ദി പറഞ്ഞിട്ട് വേണം ബാക്കി. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പോലെ ഡിവൈൻ പവറിൻ്റെ സ്റ്റെപ്പ് അപ്പിങ് വരണത് അങ്ങനെയാണ്. ഡബിൾ ഓപ്ഷൻ ഇല്ലാതെ വയ്ക്കുന്ന സിംഗിൾ ഓപ്ഷൻ, അത് കർത്താവാണ്. അതുകൊണ്ടാണ് സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നത്, പിതാവേ കർത്താവ് ഈ തെറ്റ് അവരുടെ മേൽ ആരോപിക്കരുതേ, നീ അവരോട് ക്ഷമിക്കണമേ. അതാ സംഭവം. എന്താണ്? അത് കർത്താവിൻ്റെ വചനമാണ്. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച വചനമാണ്. ആ വചനമാണ് സ്റ്റീഫൻ പറയണത്, ഈ തെറ്റ് അവരുടെ മേൽ നീ ആരോപിക്കരുതേ, മറിച്ച് നീ അവരോട് ക്ഷമിക്കണമേ. അപ്പം അതിനേക്കാൾ ഉപരി ഇത് പറഞ്ഞോടുകൂടി, വചനം പറഞ്ഞോടുകൂടി ഇവൻ്റെ മുഖം സ്വർഗദൂതന്മാരുടെ മുഖം പോലെ അങ്ങ് ശോഭിക്കും. സ്വർഗദൂതന്മാരുടെ മുഖം പോലെ ശോഭിക്കും. ഈ വചനവും മുഖത്തിൻ്റെ ശോഭയുമാണ് അതായത് ആ വേട്ടക്കാരനായ സാവൂളിനെ ഒതുക്കിക്കളഞ്ഞത്. സാവൂൾ ഇതും ചിന്തിച്ചോടാണ് കുതിരപ്പുറത്ത് പോണത്. അടുത്ത ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് സ്റ്റീഫൻ്റെ മുഖം ഇവൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും. കാര്യം ഇവൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ സ്വർഗത്തോട് നോക്കി കണ്ടിട്ടില്ല. ഇവൻ തന്നെ ഗമാലിയൻ്റെ ശിഷ്യനായിട്ട് വലിയ ഫരിസേനാണ്. നിങ്ങൾ ഫരിസേനാണോ എങ്കിൽ ഞാനും ഫരിസേനാണ്, നിങ്ങൾ റോമൻ പൗരനാണോ എങ്കിൽ ഞാനും റോമൻ പൗരനാണെന്നൊക്കെ പറഞ്ഞ് വാഗ്വാദങ്ങൾ നടത്തി കേമത്തം നടിക്കണമെന്നല്ലാതെ സ്വർഗം കണ്ടിട്ടില്ല. അപ്പം തങ്ങൾ കല്ലെറിയുന്ന ഒരു മനുഷ്യൻ, കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുന്ന മനുഷ്യൻ ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ സ്വർഗം കണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ ഈ കാലങ്ങളെല്ലാം പ്രാർത്ഥിച്ച പഴയ നിയമത്തിൻ്റെ മുഴുവൻ വചനങ്ങൾ, മുഴുവൻ സങ്കീർത്തനങ്ങൾ ഞാൻ പഠിച്ചു, ഗമാലിയേലിൻ്റെ പാദാന്ത്യത്തിൽ ഇരുന്ന് ഞാനിതെല്ലാം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ല. അങ്ങേരി സ്വർഗം കാണണമെങ്കിലേ, സ്വർഗത്തെ വെറുതെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണമെങ്കിലേ അവൻ കർത്താവ് യേശുക്രിസ്തു നാമം വിളിച്ച് അപേക്ഷിക്കണമെന്ന് സാവൂളിന് മനസ്സിലായി. അതോടുകൂടി ഇടിമിന്നലേറ്റ് അവൻ വീഴും. സാവൂൾ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. അപ്പോഴാണ് പിന്നെയാണ് സ്വർഗം കാണാനുള്ള യാത്ര പൗലോസ് തുടങ്ങണത്. പൗലോസ് പറയണത് 14 വർഷത്തിന് മുമ്പ് ഞാൻ സ്വർഗം കണ്ടെന്ന് പറയും. അത് ആത്മാവോട് കൂടിയാണോ ശരീരത്തോടു കൂടിയാണോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. അപ്പോൾ കർത്താവിൻ്റെ വേദസാക്ഷികളെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ സഹന സമയങ്ങളിലും
എന്താ പറയണത്? നമ്മൾ കർത്താവിൻ്റെ വചനം കൊളോസ്യൻസ് 3 അധ്യായമൊക്കെ വായിക്കുമ്പോൾ കൊളോസ്യൻസ് 3 അധ്യായത്തിൽ ഒത്തിരിയേറെ വചനങ്ങൾ ദൈവികമായ രഹസ്യങ്ങളുള്ളതാണ്. ഈ 3 അധ്യായങ്ങളിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പൗലോസിൽ നിന്ന് അനുഭവങ്ങൾ അറിയണത്. പൗലോസ് എന്താ പറഞ്ഞത്? ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ. അച്ഛൻ ഇടയ്ക്ക് പറയുന്ന വചനമാണ്. കാര്യം എനിക്ക് അഭിഷേകം കിട്ടിയ വചനമാണത്. എൻ്റെ ശുശ്രൂഷക്കാലത്ത് എനിക്ക് മാത്രം ദൈവം തിരിഞ്ഞു തന്നൊരു വചനമാണത്. ഞാൻ എപ്പോഴും പറയും അത്. പക്ഷെ ഒരു തരത്തിലല്ല, പലതരത്തിൽ പറയും. പലതരത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞതാണ് സുവിശേഷം. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യൻസ് 3:11 വായിക്കത്തില്ലേ? ക്രിസ്തു എല്ലാമാണ്. അതാണ് ഈ ഓപ്ഷൻ ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ? തിരഞ്ഞെടുപ്പ്. അതായത് ക്രിസ്തു എല്ലാമാണ്. പിന്നെ എന്താണ്? എല്ലാവരിലുമാണ്. ഈ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന് പൗലോസ് എത്രയോ വർഷം കഴിഞ്ഞാൽ മനസ്സിലാക്കിയത്. പക്ഷെ ആദ്യം മനസ്സിലാക്കിയത് ആരാണ്? അമ്മയാണ്. അതാണ് അമ്മയ്ക്ക് ഓപ്ഷൻ ഇല്ലാതെ വന്നത്. പെട്ടെന്ന് അമ്മ വീഞ്ഞ് തീർന്നു പോയപ്പോഴേ, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പെട്ടെന്ന് അമ്മ വായ്പയ്ക്ക് വിടാതെയോ വിലക്ക് വാങ്ങിക്കാൻ വിടാതെയോ നേരെ ഈശോൻ്റെ അടുത്ത് വരാൻ കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ്. മനസ്സിലായോ? ക്രിസ്തു എല്ലാമാണെന്ന് അമ്മയ്ക്കുണ്ടായിരുന്ന ബോധം ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ പോകും. എന്താണ്? നമ്മൾ അവിടെ ഇവിടെ അന്വേഷിച്ച് ആശ്രയിക്കത്തില്ല. ആദ്യം യേശുവിൽ തന്നെ അന്വേഷിക്കും. ഈ ഓപ്ഷൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കര സീരിയസാണ്. ഓപ്ഷനെ മലയാളത്തിൽ എന്നാ പറയണ? തിരഞ്ഞെടുപ്പ്. അതായത് ഐദർ ഓറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇത് വിശ്വാസത്തിൻ്റെ വലിയൊരു സംഭവമാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ വലിയൊരു സംഭവമാണെന്നാണ് ഇപ്പോൾ ഈശോ പറയണത്. ഈശോ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓപ്ഷനൊന്നും ഓർത്ത് പഠിച്ചു വന്ന ആളല്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം, ഈ വിഷയത്തിൽ അമ്മയ്ക്ക് യേശുവിനെക്കുറിച്ച് അറിയാമായിരുന്നാണ് ഇപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തു എല്ലാമാണെന്ന് അമ്മയ്ക്കറിയാം. കൊളോസ്യൻസ് 3:11 പത്രോസ് എഴുതുന്നതിന് മുമ്പ്, എത്രയോ വർഷം മുമ്പേ അമ്മയ്ക്കറിയാം ക്രിസ്തു എല്ലാമാണ്. അതുകൊണ്ടാണ് അമ്മ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഓപ്ഷൻ വെക്കാതെ, അയൽവാസിയുടെ വീട്ടിൽ പോയി വായ്പ ചോദിക്കാതെ, അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാതെ ക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെയാണ് വന്നത്. ആ ലളിതമാണെങ്കിലും ആ ആവശ്യം ചെറുതാണെങ്കിലും അമ്മ പറഞ്ഞാൽ ഈശോ അത് വീഞ്ഞായാലും അപ്പമായാലും ഇനി കാലാന്തരത്തിൽ വരാൻ പോകുന്ന ഭ്രാന്തന്മാരുടെ ചികിത്സ, ഒരു ഭ്രാന്തനെയും പിശാചബാധനെ ഈശോ ചികിത്സിച്ചില്ലേ, അത് തൊട്ട് ഒരു മനുഷ്യനെ രക്തസ്രാവ രോഗിയുടെ ചികിത്സ, ജായറൂസിൻ്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പ്, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ക്രിസ്തുവിലുണ്ടെന്ന്, ക്രിസ്തു എല്ലാമാണെന്ന് ആദ്യം മനസ്സിലാക്കിയ ആൾ അമ്മയാണ്. അതാണ് കാനായിലെ കല്യാണത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ് എന്നാദ്യം മനസ്സിലാക്കിയത് അമ്മയാണെങ്കിൽ, അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴേ നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ടാകണം. അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ വിദാസുണ്ടാകുന്നു വേഗം കൂടി കൂടിയേക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാകും. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസിക്കണം. എന്തുകൊണ്ടാണ്? അവൻ പറയണത് പോലെ ചെയ്യണം. നിങ്ങൾ നൊവേന കൂടിക്കുക കൂടാതിരിക്കുക അതൊക്കെ നിങ്ങൾക്ക് ചെയ്തത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതല്ല, ഉടമ്പടി കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് പ്രാർത്ഥനകളെ പോലെ അല്ല ഇത്. ഇതൊരു ദൈവികമായ സ്വർഗീയ പദ്ധതിയാണ്. കാര്യം ഇതെന്താ? ഇതൊരു ഡൂയിങ് പ്രെയറാണ്. എന്താണ്? ഉടമ്പടി അവൻ പറയണത് പോലെ ചെയ്യുക. അല്ല, നമ്മളെ ചൊല്ലാനുള്ള പ്രാർത്ഥനയല്ല ഇത്. ഇപ്പം നമ്മൾ നൊവേന ചൊല്ലുന്നു എന്ന് പറയത്തില്ലേ, പക്ഷേ ഇത് ചൊല്ലാനുള്ള പ്രാർത്ഥനയല്ല. അഥവാ ഇതിൻ്റെ കാമ്പെന്ന് പറയുന്നത് ചൊല്ലലല്ല, ചെയ്യലാണ്. ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നവരെ, ഇപ്പം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നവരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും വേണം അതുപോലുള്ള സുവിശേഷ വേലകൾ ചെയ്യാൻ. രോഗികളെ കുളിപ്പിക്കുന്നവരുണ്ട്, രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അനാഥരെ സന്ധിക്കുന്നവരുണ്ട്. അതിനെ ചെയ്യലാണ്. അതായത് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ
ദിവ്യകുർബാനയിൽ പോലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മയെപ്പോലെ ഒരു വിഷയം കുടുംബത്തിലുണ്ടാകുമ്പോഴേ മാനുഷികമായ പല സങ്കേതങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്താതെ ഒന്നാമത്തെ അഭയം, ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ്, ഒന്നാമത്തെ ആശ്രയം യേശുവിന്റെ നാമം മാത്രമാകാൻ, അതുവഴി എന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക വഴി എന്റെ ജീവിതത്തിലെ ദൈവവചനങ്ങളെ ഇരട്ടി ശക്തിയോടുകൂടി ഫലപ്രദമായി പ്രയോഗിക്കപ്പെടാൻ സുവിശേഷത്തിന്റെ നലം തികഞ്ഞ സാക്ഷികളായി മാറാൻ എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങ് ഒരുക്കണമേ. ശ്രുതികടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അഭിഷേക വചനങ്ങളാ. ഈ ധ്യാനം തുടങ്ങിയ സമയത്ത് നമ്മൾ സന്ധ്യ അജിയുടെ ഒരു സാക്ഷ്യം പറഞ്ഞു. അത് തുടങ്ങി വെച്ചപ്പോൾ കർത്താവ് വേറെ വചനം നൽകി. വളരെ ആഴമുള്ള വചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ച് സംഗീതിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളെ ശരിക്കും സഹായിക്കും. സന്ധ്യ അജിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ അലർജിയാണ്. അത് ഓൺലൈൻ ഉടമ്പടി എടുത്തോടുകൂടി 10 കൊല്ലമായിട്ടുണ്ടായിരുന്നു. അത് ഈ ദിവസങ്ങളിൽ പറഞ്ഞ സാക്ഷ്യമാണ്. പുനലൂര്, സന്ധ്യ അജി പുനലൂര്. ഈ സാക്ഷി നിങ്ങൾ യൂട്യൂബിലുണ്ടത്, നോക്കിയാൽ മതി. നോക്കണം നിങ്ങൾ. കാര്യം നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാനുള്ള മാർഗം ഒന്ന്, അറ്റൻഡ് ദ ടെസ്റ്റിമണീസ് ഓഫ് ആൻസേർഡ് പ്രേയേഴ്സ്. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊള്ളുന്ന നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാം. 10 കാര്യങ്ങളുണ്ട്, അതിൽ ഒന്ന് മാത്രമാണത്. പക്ഷെ അത് വലിയ കാര്യമാണത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഇവരുടെ വിഷയം 10 കൊല്ലമായിട്ട് അവർക്ക് അലർജിയാണ്. പൊട്ടിപ്പൊളിഞ്ഞ വ്രണങ്ങളുമായിട്ട് കൈകൾ. അപ്പോഴവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യുന്നു. 10 കൊല്ലം അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം മുഴുവൻ കരിഞ്ഞു പോകും. അപ്പം അങ്ങനെ ഇവിടെ അവർ തിരിച്ചു വന്ന് പിന്നീട് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. അപ്പം ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ അജിയെ വിളിച്ച്, ഗൾഫിലെവിടെ ജോലി ചെയ്യാൻ, അജിയെ വിളിച്ച് പറയും, ഞാനിങ്ങനെ ആലപ്പുഴ പോയി ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ മാതാവിൻ്റെ കൈ സുഖപ്പെടുത്തിയെന്ന് പറയും. അപ്പോൾ എന്നിട്ട് പിന്നീട് വന്നിട്ട് ഈ സന്ധ്യ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. നമുക്ക് 2 ഉടമ്പടിയാണ് ഉള്ളത്. അതായത് ഒന്ന് ഓൺലൈൻ ഉടമ്പടി, അതായത് കൃപാസനത്തിൽ എത്തിച്ചേരണ വരെ ഉടമ്പടിയുടെ എല്ലാ ആനുകൂല്യവും നിനക്ക് കിട്ടാൻ വേണ്ടി അമ്മ തന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഓൺലൈൻ ഉടമ്പടി. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കോവിഡുമായിട്ട് അമ്മ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ. അതിനുശേഷം അവർ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാവരും തന്നെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്ത്. അപ്പോൾ തീർത്ഥാടന ഉടമ്പടി ചെയ്തേച്ചും ഈ അജിയെ വിളിച്ച് പറയും, ഞാൻ കൃപാസന മാതാവിനെ കാണാൻ പോയെന്ന് പറയും. അപ്പോൾ അന്ന് വൈകുന്നേരം അജിക്കൊരു പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഒരു മലയാളിയുമായിട്ട് കൂടെ താമസിക്കായിരുന്നു. വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ യൂറോപ്പിലായാലും ഗൾഫിലായാലും നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വാടക കൊടുക്കാനുള്ള ശമ്പളം നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ വീട്ടിലോട്ടൊന്നും അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യണം? മലയാളികളൊക്കെ ഷെയർ ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ വരുന്ന എപ്പോഴും വരുന്ന ഒരു പ്രശ്നം, ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ചില സമയത്ത് അവിടെ ജോലി, അവിടെ പ്രോജക്റ്റ് അവിടെ തീരുകയാണെങ്കിൽ അവരവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഈ വീടിൻ്റെ മുഴുവനും വാടക ഒരാൾ തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷെ അത്രയും ശമ്പളം ഉണ്ടാകത്തില്ല. അപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അജിയാണെങ്കിൽ ഒരു ജീവിതം ആകപ്പാട് വഴിമുട്ടി എന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ ഇയാൾ പലയിടത്തും പോയി അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് ഒരിടത്തും ഒരു അക്കോമഡേഷൻ കിട്ടണില്ല. അക്കോമഡേഷൻ കിട്ടാവുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ അത് വൈഫ് നല്ല ശരിക്കും സുന്ദരമായിട്ടത് പറയുന്നുണ്ട്. അതായത് സന്ധ്യ നന്നായിട്ടത് പറയുന്നുണ്ട്. അതായത് പലയിടത്തും പോയി ഒരു വീട് ഷെയറായിട്ട് താമസിക്കാൻ പറ്റിയ വീട് അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അറിയാമല്ലോ. ഈ മനുഷ്യൻ മടുത്ത് സങ്കടപ്പെടും.
സങ്കടപ്പെട്ടിട്ട് ഇയാൾക്ക് വൈഫ് പറഞ്ഞൊരു ഓർമ്മയേ ഉള്ളൂ, ഞാനിന്ന് കൃപാസന മാതനെ കാണാൻ പോയെന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഈ അജി റോഡിൽ നിന്നുകൊണ്ട് അത് വേദനപ്പെടുന്ന സാഹചര്യമാണ്. എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ച് എനിക്കൊരു വീട് കാണിച്ചതാണ്. അത് നല്ല സാക്ഷിയാണ് കേട്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. എൻ്റെ കൃപാസന മാതാവേ എനിക്കൊരു വീട് കാണിച്ചതാണ് എന്ന് ഇയാളിങ്ങനെ പറയുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ അമ്മ തോന്നിച്ചു, നീ നെറ്റിലടിച്ച് നോക്കാൻ പറഞ്ഞു. അന്ന് വരെ ഇപ്പം 3-4 ദിവസമായി വീട് തിരക്കി നടക്കണത്, ഈ ഒരു ബോധമില്ല. ഇയാൾ നെറ്റടിച്ച് നോക്കുകയും പെട്ടെന്ന് ഈ വീട് ഇതുപോലെ തന്നെ അക്കോമഡേഷൻ ഉള്ള ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു മലയാളിയുടെ പ്രൊഫൈൽ കണ്ട് ഉടനെ വിളിച്ച് ചോദിച്ചു, ഞാനിങ്ങനെ പുറത്തായി നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഷെയറിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിലിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട്. അവർ അന്ന് തന്നെ ഇവരെ അക്സെപ്റ്റ് ചെയ്ത് ഒരുമിച്ച് താമസിച്ചു. അപ്പോൾ 2 കുടുംബം കൂടി ഒരുമിച്ച് താമസിക്കും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതിനൊക്കെ എല്ലാം ഒരു വചനമുണ്ട് സഹോദരങ്ങളെ. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനും വാഗ്ദാനമുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്, വാഗ്ദാനത്തിന് എല്ലാ വാക്കിൻ്റെ അകത്തും ദാനമുണ്ട് ദൈവത്തിൻ്റെ, അല്ലേ? എല്ലാ വാക്കിലും ദൈവത്തിൻ്റെ ദാനമുണ്ട്. ഈ ദാനം നമ്മളിങ്ങനെ പ്രാപിക്കുകയാണ് ചെയ്യണത്. വാഗ്ദാനം എന്താണ് ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ അജി എന്താണ് ചെയ്യണത്? വാഗ്ദാനം പ്രാപിക്കാൻ അജി എന്താണ് ചെയ്തിരിക്കുന്നത്? എൻ്റെ കൃപാസനം മാതാവേ എന്ന് വിളിച്ച്. കാര്യം ഇല്ലായ്മയൊക്കെ പരിഹരിക്കുന്ന ആളാണല്ലോ. വീഞ്ഞില്ല എന്ന് പറയണതും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മകൾക്ക് ദൈവം ഇക്കാലങ്ങളിൽ ഉടമ്പടിയിലൂടെ 10,000 ഉത്തരം കൊടുക്കുമ്പോൾ ഇന്ന് ഞാൻ കൃപാസന മാതാവിനെ കാണാൻ പോയെന്നാണ് ആ ചേച്ചി പറയണത് അജിയോട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിളി, ഇവർക്ക് അജിക്ക് ഉടമ്പടി അറിയത്തില്ല, ചിലപ്പോൾ ആലപ്പുഴ കൃപാസനത്തിൽ വന്നിട്ടില്ല, ഈ പേര് കേട്ടിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വിളിച്ചതാണ്. ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം 10:20 യെശയ്യായുടെ ഒരു വചനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വാഗ്ദാനങ്ങൾക്കും, ഇപ്പം നിനക്ക് കിട്ടാൻ പോകുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. കണ്ടില്ലേ? എനിക്ക് 10:20 റോമ 10:20 യെശയ്യാ ധൈര്യപൂർവ്വം പറയുന്നു. എന്താണ് പറയുന്നത്? ഏറ്റു പറഞ്ഞേ, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇതാണ് സംഭവിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് നീ അന്വേഷിച്ചില്ലെങ്കിൽ പോലും ക്രിസ്തു നിന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തും. ഈ ഒരു സാധ്യത എല്ലാവരും പ്രയോജനപ്പെടുത്തണം. കാര്യം ഇപ്പോൾ എന്താ വചനം എഴുതിയിരിക്കുന്നത്? എന്നെ തേടാത്തവർ, അന്വേഷിക്കാത്തവരെ, ആശ്രയിക്കാത്തവരെ ക്രിസ്തുവിനെ കണ്ടെത്തും. എങ്ങനെയാണ് എന്നെ കണ്ടെത്താൻ എന്ന് പറഞ്ഞൊരു വചനമുണ്ടല്ലോ, 29:14 ജെറമിയ. എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളോസ്യസ് 3:11 തന്നെയാണ്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്, പിന്നെ എന്താണ്? എല്ലാവരിലുമാണ്. അല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പോഴേ എല്ലാവരും ക്രിസ്തുവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മതം മാറണമെന്നല്ല അർത്ഥം. വേദനപ്പെടുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനുള്ള ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ്. അത് വിശ്വാസിക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് ഞാൻ പറയുക, അവിശ്വാസിക്ക് പോലും ഉള്ളതിൻ്റെ സൂചനയാണ് എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി. അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം നിനക്കൊരു വിഷമം വന്ന് പോകുമ്പോൾ, ഞാൻ ക്രിസ്തുവുമായിട്ട് അടുപ്പമൊന്നുമില്ല, ക്രിസ്ത്യാനികളുടെ എന്നൊന്നും പറഞ്ഞ് വെറുതെ മണ്ടത്തരം പറഞ്ഞ് കെട്ടിയിരുന്ന് വിളിച്ച് നീ നിൻ്റെ വിഷമത്തിൽ നിലനിൽക്കരുത്. മറിച്ച് കാര്യം ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും മതം മാറ്റമാണ്. മതമാറ്റം അല്ല വിഷയം. അതായത് ദൈവത്തെ നീ കണ്ടെത്താനും
അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് മതാതീതമായി യേശുവിനെ നിനക്ക് അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയും. അങ്ങനെ 10,000 യേശുവിനെ അനുഭവിച്ച് ഇന്നും ജീവിക്കുന്നുണ്ട്. അപ്പം അത് അതിൻ്റെ സാധ്യത സുവിശേഷം നൽകുന്നൊരു വലിയൊരു സാധ്യതയാണ്. അതിന് ഏറ്റവും എളുപ്പമാർഗമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുന്നത്. എന്താ കാര്യം? ക്രിസ്തു എല്ലാമാണെന്ന് ആദ്യം അറിഞ്ഞത് അമ്മയാണ്. അതുകൊണ്ടാണ് നിസ്സാര കാര്യത്തിന് പോലും അമ്മ യേശുവിനെ കനായിലെ കല്യാണത്തിൽ തീർന്നു പോയിട്ട് പോലും അതിന് പോലും അമ്മ ആശ്രയിച്ചത് യേശുവിനെയാണ്. അപ്പം അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും അമ്മ അവിടെ ആശ്രയം വെക്കത്തില്ല. അവിടെയാണ് വിഷയം. ഇപ്പം ബുദ്ധിപരമായിട്ട് നമ്മൾക്ക് പല പല ഓപ്ഷൻസ് ഉണ്ടാകും, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിമാനായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലതരം ഓപ്ഷങ്ങളുണ്ടെങ്കിലും ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഈശോയായിരിക്കും. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അത് നല്ല ശരിക്കൊരു അഭിഷേകം ആ വിഷയത്തെ മേടിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് അച്ഛൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, എന്ത് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ലോകത്തിന് മരുന്നുണ്ടെങ്കിലും വീടില്ലെങ്കിൽ ലോൺ എടുക്കാമെങ്കിലും കർത്താവേ, ഭൗതിക സാഹചര്യങ്ങളുടെ സാധ്യതകളുണ്ടെങ്കിലും ആദ്യമായി യേശുവിനെ തന്നെ ആശ്രയിക്കാൻ എന്നെ പുനഃക്രമീകരിക്കണം. വിശ്വാസത്തെ ഉള്ളൊരു ഡയഗ്നോസിസ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് സ്കാൻ ചെയ്തിട്ട് ബയോപ്സിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം അതോടുകൂടി ഇവരിങ്ങനെ ഐസായിപ്പോയി. പേടിച്ചും വിഷമിച്ചും വേദനിച്ചും നമുക്കറിയാം. ഇതുപോലെയൊക്കെ എന്തെങ്കിലും എത്രയോ പേര് ഇതുപോലെയുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഡയഗ്നോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പണ. പിന്നെ അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. താനില്ലാത്ത ഒരു അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അല്ല, ചിന്തിച്ച് കാട് കയറി പ്രഷർ കയറി ഉറക്കം പോയി ഭ്രാന്തുകളെപ്പോലെ ഇങ്ങനെ നടക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതം പെട്ടെന്നാണ് ഇതിനൊക്കെ മാറ്റണത്. ഇതെല്ലാം നിൻ്റെ ദൈവം കാണുന്നുണ്ട് സഹോദരങ്ങളെ. കാര്യം നമ്മൾ എത്രയോ ഉന്നതന്മാരാണ് നമുക്ക് തോന്നിയാലും ഇതുപോലൊരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ദൈവം റെഡ്യൂസ് ചെയ്യും. എന്താ കാര്യം? റെഡ്യൂസ് ചെയ്യും. അതിൻ്റെ അർത്ഥം നീ എളിമപ്പെടാൻ വേണ്ടിയാണ്. കാരണം നമ്മൾക്കിങ്ങനെ അഹങ്കാരം കയറി കേമത്തെന്ന് അടിച്ച് നമ്മൾ ഏതാണ്ട് വലിയ പാർട്ടിയാണെന്നുള്ള ചിന്ത ഈ മനുഷ്യന്മാർക്ക് എപ്പോഴും ഉണ്ടാകും. ദൈവം ഒരു മനുഷ്യൻ്റെ പ്രവർത്തിക്കാൻ ഉള്ള ഏറ്റവും വലിയ ഇരുമ്പ് വാതിലെന്ന് പറയണത് ഈ ഒരു അഹങ്കാരമാണ്. ഇരുമ്പ് വാതിലേ, അഹങ്കാരം ഒരു ഇരുമ്പ് വാതിലാണ്. ഇപ്പം ഞാൻ ആരോ ആണ്. ഇപ്പം നമുക്ക് ഇത്തിരി സൗന്ദര്യം ഉണ്ടെങ്കിൽ പരിപാടി തീർന്ന്. പിന്നെ ആ ഉള്ള സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുകൊണ്ട് എത്ര ആണുങ്ങളെ പിടിക്കാം, എത്ര പെണ്ണുങ്ങളെ പിടിക്കാം, ഇങ്ങനെയൊക്കെ ഈ ദൈവം തന്ന ദാനം കൊണ്ട് എങ്ങനെ പിശാചിന് വിടുപണി ചെയ്യാമെന്നും പറഞ്ഞ് അത് പിന്നെ എന്താണ്, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും അവരെ ഒന്ന് കൊച്ചാക്കി പറഞ്ഞാൽ പിന്നെ അവരോട് ഫൈറ്റ് ചെയ്യും. പിന്നെ യുദ്ധമാണ് എല്ലാ കാര്യങ്ങൾക്കും. ഓരോരോ കാര്യങ്ങളൊക്കെ പിന്നീട് അവർക്കുള്ള നിലപാടുകൾ, അവർ കൈവരിച്ച നിലപാടുകൾ, അവിടെ ഔന്നത്യം, അവിടെ എസ്റ്റീം, ഇതൊക്കെ ആൾക്കാർ ആരെങ്കിലും ചുരണ്ടിയാൽ അതിന് പിന്നെ കൊട്ടേഷൻ കൊടുക്കാൻ വരെ തയ്യാറാകുവരെ. മനുഷ്യൻ പ്രാന്ത, അതായത് മനുഷ്യൻ നശിക്കണത് അവൻ്റെ ഇല്ലായ്മ കൊണ്ടല്ല, അവൻ്റെ ഉള്ളായ്മയിൽ അവൻ കൈവരിക്കണ ദൈവത്തിന് നിരക്കാത്ത നിലപാട് കൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ദൈവം തരും. എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല. ദൈവത്തിന് വേണമെന്ന് തോന്നുന്ന ആൾക്കാരെ കൊടുക്കത്തുള്ളൂ. സത്യമായിട്ട് അങ്ങനെയുള്ളൂ. ഞാൻ 21 ലക്ഷം മനുഷ്യരെ കൗൺസിൽ ചെയ്ത മനുഷ്യനാണ്. എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല. കാര്യം ഇത് അഹങ്കാരത്തിൻ്റെ ഇരുമ്പ് വാതിലെന്ന് പറയണത് ഒരു വല്ലാത്ത വാതിലാണ്. ഇത് വന്നാൽ ഇതിന് തുരുമ്പ് പിടിക്കണത് എപ്പോഴും ഇതുപോലുള്ള തകർച്ച വരുമ്പോൾ മാത്രമാണ്. ഇത് തുരുമ്പെടുക്കണത് എപ്പോഴാണിത്? ഈ തകർച്ച വരുമ്പോഴാണ് പെട്ടെന്ന്. അപ്പോൾ എല്ലാം പോയി, നമ്മളില്ലാത്തൊരു ലോകം ഉണ്ടാകാൻ പോവുകയാണ്. അതാണ് സംഭവം. ഇപ്പോൾ നമ്മളില്ലാത്തൊരു ലോകത്ത്
നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ചില വീടൊക്കെ വിചരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും ഇത് ആരാണെന്നൊക്കെ ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരട്ടവാലിനൊക്കെ കയറിയിട്ടേ ഒരു കണ്ണൊക്കെ വെച്ച് ഈ അർത്തിങ്കപ്പള്ളിയിൽ നേർച്ചക്കാരിരിക്കണ പോലെയൊക്കെ ആൾക്കാരിരിക്കുക. അപ്പോൾ പറഞ്ഞത് അപ്പാപ്പനാണ്. അപ്പാപ്പനെ ഇപ്പോൾ ഇരട്ടവാലം കണ്ണീ കയറി ഒരു കണ്ണും കുത്തി പൊട്ടിച്ച് അവിടെ ഇരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൻ കഴിഞ്ഞാൽ പിന്നെ അപ്പാപ്പനെ ആരും പിള്ളേർ നോക്കത്തില്ല. പിള്ളേരുടെ കാലം വരുമ്പോൾ ഈ സാധനം അവർ വിറ്റ് കളയും. ഈ അപ്പാപ്പനുണ്ടാക്കിയതായിരിക്കുമേ. ചില ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളമാണ്, വെള്ളം. ഇപ്പോൾ വെള്ളം പണ്ടൊക്കെ മുഴുവൻ വെള്ളമായിരുന്നു. അവിടെയൊക്കെ ചിരയൊക്കെ കുത്തിയെടുത്ത് അപ്പന്മാരൊക്കെ മണ്ണ് ചുമന്ന് തന്നെത്താൻ രാത്രിയും പകലും ചുവന്നൊക്കെയാണ് ചിറ പിടിപ്പിച്ച് പറമ്പാക്കിയിരിക്കണത്. ഈ പറമ്പൊക്കെയാണ് ഇന്ന് പേരക്കിടാങ്ങൾ വിറ്റ് മാറ്റണത്. അപ്പോൾ അത് ഉണ്ടാക്കിയ ആൾക്കാരില്ലേ, അവർ രാത്രിയും ലാഭം വെട്ടൊക്കെ ഇതൊക്കെ ഇരുട്ടതൊക്കെ മാറ്റിയിട്ട് ലാഭം വെട്ടത്തൊക്കെ ആയിരിക്കും മണ്ണ് ചുവന്നിരിക്കണത്. ആ ആൾക്കാരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ, ഈ ഭിത്തിയിലുള്ള ഈ അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കരമായിരിക്കും. അപ്പം നമ്മൾ എന്നായൊക്കെ ഉണ്ടാക്കിയാലും ശരി, എത്ര വലിയ ആളാണ്